ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ തന്നെ വർഷയാണെങ്കിലോ കുറച്ച് കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. തൻ്റെ വയനാട്ടിലെ നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ, അനുഭവങ്ങളെല്ലാം തന്നെ ആലോചിച്ച് വിഷമിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് തൻ്റെ പ്രിയപ്പെട്ട ഒരാളെ തന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ. അയാൾ തന്നെ പരിചയപ്പെട്ടതും അതുപോലെ തന്നെ സംസാരിച്ചതും പെണ്ണ് കാണാൻ വേണ്ടി വന്നതുമൊക്കെ തീരുമാനിക്കുന്നതൊക്കെ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നിട്ടുണ്ടായിരുന്നു. അത് ഓർക്കുമ്പോൾ തന്നെ ഭയങ്കര വിഷമം വരിക കേട്ടോ വർഷയ്ക്ക്. ആ സമയത്ത് തന്നെയാണ് വിവേക് അങ്ങോട്ട് വരുന്നത് കേട്ടോ. ഈ വിഷമത്തിൻ്റെ ഇടയിൽ വിവേക് ചോദിക്കുന്നുണ്ട്, തനിക്ക് എന്താണോ പറ്റിയത്? കാരണം നാളെ വയനാട്ടിലേക്ക് പോയിട്ട് കാര്യങ്ങൾ സംസാരിക്കാൻ നീ പറഞ്ഞു, പക്ഷേ എന്തിനാ അത്രയും സമയം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യം? ഇപ്പോൾ തന്നെ എന്നോട് കാര്യങ്ങൾ സംസാരിച്ചൂടെ എന്ന് ചോദിക്കുമ്പോഴത്തേനും, നാളെ ഒരു ദിവസമല്ലേ, അതിനു വേണ്ടി വിവേക് വെയിറ്റ് ചെയ്തേ പറ്റുള്ളൂ. ആ രാഹുൽ തൻ്റെ കൂടെ വരില്ലേ, പിന്നെന്താണ് ഞാൻ വരേണ്ട കാര്യം എന്താ? അത് കുഴപ്പമില്ല, രാഹുൽ വരണോ വരണ്ടേ എന്നുള്ളത് അത് വിവേക് അന്വേഷിക്കേണ്ട. നാളെ ഒരു ദിവസം മാത്രം, അപ്പോഴത്തേനും വിവേകിന് സത്യാവസ്ഥ മനസ്സിലാവുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇന്ന് പറഞ്ഞാൽ തനിക്ക് എന്താ കുഴപ്പമെന്ന് ചോദിക്കുമ്പോൾ, ഇന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് പറ്റില്ല, നാളെ തന്നെ ആവട്ടെ, നാളത്തെ കാര്യം നാളെ തന്നെ പറയാമെന്ന് പറയുന്നു കേട്ടോ. ആ സമയത്ത് വിവേകിന് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ അഭിയാണെങ്കിൽ ഒരു ചേമ്പ് പുഴുങ്ങിയതുമായിട്ട് വരുന്നുണ്ട് കേട്ടോ. പക്ഷേ തനിക്ക് വേണോ ചേമ്പ് പുഴുങ്ങിയതെന്ന് പറയുന്നു. ഇതാ ഇവിടെ ചേമ്പ് കഴിക്കാൻ പറ്റിയൊരു മൂഡിൽ ഒരാൾ നിൽക്കുന്നുണ്ട്, അയാൾക്ക് കൊടുത്തേക്കാനാ പറയുന്നത് കേട്ടോ. എന്നിട്ട് വർഷം അങ്ങോട്ട് പോകുന്നു. വിവേകേട്ടന് വേണോ ചോദിക്കുമ്പോൾ വിവേകം ദേഷ്യപ്പെട്ട് പോകുന്നു. ഇവർക്കിപ്പോൾ ഇതെന്താ പറ്റിയേ, ഞാൻ കഴിക്കാമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് അബിക്കൊരു കോൾ വരുന്നുണ്ട്. തൻ്റെ ഫ്രണ്ടായിട്ടുള്ള റൂബിയാണ് വിളിക്കുന്നത്. റൂബി കുറച്ച് കാര്യങ്ങൾ അബിയോട് പറയുന്നുണ്ട്. ഒരു സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, അതായത് എൻ്റെ ഒരു ബോയ് ഫ്രണ്ട്, അവൻ എന്നെ ചതിച്ചു. അവൻ എന്നോട് ഇങ്ങോട്ട് വരാനായിട്ട് പറഞ്ഞു, കൊച്ചിയിലേക്ക്. അപ്പോൾ താൻ കൊച്ചിയിലുണ്ടോ? ആ കൊച്ചിയിലുണ്ട്. അപ്പോഴത്തേനും അവൻ എൻ്റെ കയ്യിലൊരു ബാഗ് തന്നു. ആ ബാഗിൽ കുറേ ഡ്രഗ്സാണ്. എനിക്ക് പേടിയാവുന്നു. അവൻ അതിൻ്റെ ഒരു കണ്ണിയാണെന്നാണ് തോന്നുന്നത്. എൻ്റെ കൂടെ ഉണ്ടായിരുന്നെങ്കിൽ അവനത് സേഫായിട്ട് എത്തിക്കാൻ സാധിക്കും. അതിന് വേണ്ടിയിട്ട് തന്നെയാണ് ഞാനിപ്പോൾ ഇനി എന്താ ചെയ്യുക, എനിക്ക് ആകെ പേടിയാവുന്നു അഭി. ഇന്ന് രാവിലെ ഞാൻ നേരം പുലർക്കില്ല, അത്രയും എനിക്ക് ടെൻഷനുണ്ട്. ഞാൻ മരിച്ചു പോകും. മാത്രമല്ല അവനാണെങ്കിലും എന്നെ തിരഞ്ഞുകൊണ്ട് നടക്കുക. ഞാൻ അവനെ കണ്ണുമടിച്ച് മാറി നിൽക്കുവാണ്. താൻ ഒരു കാര്യം ചെയ്യുക, അവിടെ തന്നെ നിൽക്ക്. അവൻ്റെ കണ്ണിൽ പെടാൻ നിൽക്കണ്ട കേട്ടോ. ഞാൻ ഉടനെ തന്നെ തീരുമാനം അറിയിക്കാം. അങ്ങനെ വർഷയും അതുപോലെ തന്നെ അഞ്ചും കൂടി സംസാരിക്കുന്നുണ്ട്. തനിക്ക് അയൺ ചെയ്യണമെങ്കിൽ എന്നോട് പറഞ്ഞാൽ പോരായിരുന്നില്ലേ, ഇത്രയും വൈകിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ എന്ന് പറയുന്നുണ്ട്. എന്തായാലും നാളത്തെ പോകുന്ന കാര്യം ആലോചിക്കുമ്പോൾ തന്നെ ടെൻഷൻ. എന്തായാലും രാഹുൽ ചേട്ടനുമായുള്ള ചീത്തപ്പേര് മാറിക്കിട്ടുമല്ലോ. അയ്യോ, തന്നെ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല അഞ്ജു. രാഹുൽ ചേട്ടൻ എൻ്റെ ഏട്ടനെ പോലെയാണ്, പക്ഷെ അതെല്ലാവരും തെറ്റിദ്ധരിച്ചിരിക്കില്ലേ, അത് മാറിക്കിട്ടിയാൽ മതി എനിക്കെന്ന് പറയുന്ന സമയത്ത് അഭി അങ്ങോട്ട് ഓടി വരുന്നുണ്ട് കേട്ടോ, ശിവയും കൂട്ടിയിട്ട്. എനിക്ക് എല്ലാവരോടും കൂടി ഒരു സാധനം പറയാനുണ്ടെന്ന് പറയുന്നു. അപ്പോൾ ശിവ പറയുന്നുണ്ട്, ഇവളാണെങ്കിലോ പാതിരാത്രിക്ക് ഞാൻ ഉറങ്ങുന്നത് എന്നെ വിളിച്ചുണർത്തിയിട്ട് എല്ലാവരോടും കൂടി ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞിട്ട് കൂട്ടിക്കൊണ്ട് വന്നതാണ്. അങ്ങനെ കാര്യങ്ങൾ വിശദീകരിച്ച് പറയുന്നുണ്ട്. എൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ റൂബി, അവൾ ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ്, അവളെ ആ ഒരു ചെക്കൻ പെടുത്തിയിരിക്കുകയാണെന്ന് പറയുന്നു കേട്ടോ. ആ സമയത്ത് തന്നെ എല്ലാ വിവരങ്ങളും വിശദീകരിച്ച് പറയുന്ന സമയത്ത് താനൊരു കാര്യം ചെയ്യുക, റൂബിയെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരാനായിട്ട് ശിവ പറയുന്നുണ്ട്. ഇതിൻ്റെ ഒരു തീരുമാനം നമുക്ക് എടുത്തു കൊടുക്കാം എന്നും. അതിനുശേഷം തന്നെ അഭി സ്കൂട്ടി എടുത്തിട്ട് റൂബീനെ അടുത്തേക്ക് പോകുന്നു കേട്ടോ. അപ്പോൾ റൂബീനെ ഫോൺ ചെയ്യുന്ന സമയത്ത് റൂബി ഒളിച്ച് നിൽക്കുകയാണ്. തനിക്ക് എന്നെ കാണാനായിട്ട് പറ്റുന്നുണ്ട്, പക്ഷേ അവൻ ഇതിലേക്ക് ഇറങ്ങി നടക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. എന്നാൽ ഒരു കാര്യം ചെയ്യും, അവൻ പോയിട്ട് താൻ ഇറങ്ങി വന്നാൽ മതി. അങ്ങനെ ആ ചെറുക്കനെ കാണുന്നുണ്ട് കേട്ടോ. അങ്ങനെ അബിയോട് ചോദിക്കുന്നുണ്ട്, താൻ ഏതാണെന്നൊക്കെ ചോദിക്കുമ്പോൾ സമയത്ത് പോലീസായി പോയില്ലേ, തന്നെ പോലത്തെ ആളുകളെ ഒന്ന് സെർച്ച് ചെയ്യാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇവിടെ എന്തിനാ വന്ന് കറങ്ങുന്നത്? എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാതെയായി, അവനെ കാണാനായിട്ട് നടക്കുകയാണെന്നും പറയുന്നു. പെട്ടെന്ന് സ്ഥലം വിട്ടോ എന്ന് പറയുന്നുണ്ട്. അയാൾ പോകുന്നു. ആ സമയത്ത് റൂബി ഇറങ്ങി വരുന്നുണ്ട്. എനിക്ക് ആകെ ടെൻഷൻ. ഒരു കാര്യം ചെയ്യും, നമുക്കൊരു സ്ഥലം വരെ പോകാമെന്ന് പറഞ്ഞിട്ട് അഭി കൂട്ടിക്കൊണ്ട് വരിക കേട്ടോ റൂബീനെ. അതിനുശേഷം തന്നെ ശിവയും എല്ലാവരും കൂടി ഇരിക്കുന്ന സമയത്ത് തന്നെ റൂബിയെ കൂട്ടിക്കൊണ്ട് വരുന്നുണ്ട്. എന്തായാലും നമുക്ക് MGK മീഡിയയിൽ ലൈവായിട്ട് തന്നെ ഈ ഒരു ന്യൂസ് കൊടുക്കണം. അങ്ങനെയാണെങ്കിലാണ് എല്ലാ കാര്യത്തിനും തീരുമാനമാവുള്ളൂ. അങ്ങനെ ആ ബാഗിങ് തായോ എന്ന് പറഞ്ഞിട്ട് ബാഗ് നോക്കുന്ന സമയത്ത് വില കൂടിയ ഡ്രഗ്സാണ്, ഇത് ഭയങ്കര പ്രശ്നമാണെന്നും പറയുന്നുണ്ട് കേട്ടോ. അവൻ എന്നെ ചതിച്ചതാണെന്ന് പറയുന്നു. എങ്ങനെയാണ് നിങ്ങൾ പരിചയപ്പെട്ടത്, ഞാൻ അതൊന്ന് വീഡിയോ എടുക്കട്ടെ എന്ന് പറയുന്നു. അങ്ങനെ സോഷ്യൽ മീഡിയയിലൂടെയാണ് കെവിനെ പരിചയപ്പെട്ടതെന്നും അവൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തിയതാണെന്നൊക്കെ പറയുന്നുണ്ട്. ഒരു പ്രാവശ്യം പോലും കാണാത്ത ഒരാൾക്ക് വേണ്ടിയിട്ട് സ്വന്തം വീട്ടുകാരെ വിട്ട് പോന്നു. അതുമാത്രമൊന്നുമല്ല, ഞാൻ എൻ്റെ വീട്ടുകാരെ വിട്ട് പോകുന്നതൊന്നുമല്ല,
അവന് പ്രശ്നമുണ്ടെന്ന് പറഞ്ഞിട്ട് അവനൊന്ന് കാണാൻ വേണ്ടി ഒരു ദിവസത്തേക്ക് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോവുകയാണെന്ന് വീട്ടുകാരോട് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോന്നതാണ്. ഈ രാത്രിയായിട്ട് എനിക്ക് തിരിച്ച് പോകാനായിട്ട് പറ്റിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഒരു കാര്യം ചെയ്യ്, അവനെ ഇങ്ങോട്ട് വിളിക്ക്, ഞാൻ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. ഞങ്ങൾ പറഞ്ഞു തരുന്ന പോലെ എത്രയും പെട്ടെന്ന് തന്നെ റൂബി സംസാരിക്കണമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ കെവിനെ വിളിച്ചതിന് ശേഷം തന്നെ ഇങ്ങോട്ട് വരാനായിട്ട് പറയുന്നുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണ്. പോലീസിൻ്റെ സെർച്ചിങ് കാരണം ഞാൻ എന്താ അവിടെ ഒറ്റയ്ക്ക് നിൽക്കുന്നതെന്ന് അറിഞ്ഞപ്പോൾ അവർ ജീപ്പിൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ കൊണ്ടാക്കി വിട്ടതാണ്. എൻ്റെ ഫ്രണ്ടിൻ്റെ വീടിൻ്റെ ലൊക്കേഷനൊന്നും എനിക്കറിയില്ല. ഞാൻ അവളോട് തന്നെ ചോദിച്ച് നിന്നോട് പറയാം എന്ന് പറയുന്നു. ആ സമയം തന്നെ ശിവയ്ക്ക് ഫോൺ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ആ ഫോണിൽ വീട്ടിലേക്ക് വരുന്ന കാര്യങ്ങളെല്ലാം സംസാരിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും എനിക്ക് പെട്ടെന്ന് നന്ദയെ കാണും. നന്ദ എന്ന പേരിലാണ് ശിവയെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, പേര് കൊടുത്തത് കെവിൻ്റെ അടുത്ത്. എനിക്ക് നന്ദയെ ഒന്ന് പെട്ടെന്ന് കാണണമെന്നായി. അപ്പോൾ തന്നെ ശിവ പറയുന്നുണ്ട്, ഇവൻ്റെ ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നല്ല, ഒരുപാട് പെൺകുട്ടികളെ ഇതിനു വേണ്ടി ഇവൻ നന്നായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലായി. കാരണം അവൻ്റെ കൂട്ടിലേക്ക് ഒരു കിഴിയും കൂടി വന്ന രീതിയിലാണ് അവൻ എന്നോട് സംസാരിച്ചത്. ഇപ്പോൾ എനിക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന രീതിയിലൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് കാണിക്കുന്നത് അഭിയാണ്. കുറച്ച് വടിയും ആയുധങ്ങളൊക്കെ ആയിട്ട് കൊണ്ടുവന്ന് വരച്ചിട്ടുണ്ട്. എന്തിനാ അഭി ഇതൊക്കെ? അവൻ്റെ തല തല്ലി പൊടിക്കണം. എനിക്കിതൊക്കെ കേൾക്കുമ്പോൾ പേടിയാവുന്ന റൂബി പറയുന്നു. താൻ എന്തിനാണോ പേടിക്കുന്നത്? പെട്ടെന്നൊക്കെ ഇത് അന്വേഷിച്ചാൽ കിട്ടുകയില്ല. അപ്പോൾ എടുത്തു കൊണ്ട് വച്ചിട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എടുക്കേണ്ട സമയത്ത് എടുത്തിട്ട് പെരുമാറാലോ എന്ന് പറയുന്നു. നിങ്ങൾ എത്രയും നിസ്സാരമായിട്ടാണ് ഈ ഒരു കാര്യം ഡീൽ ചെയ്യുന്നത്. ഞാനൊക്കെ ആണെങ്കിൽ പേടിച്ച് മരിച്ചു പോയേനെ ഇത്രയും സമയത്ത് കൂടി എന്ന് പറയുമ്പോൾ, ഇതിനൊന്നല്ല ഞങ്ങൾ പേടിക്കാറ്, വേറെ പല കാര്യത്തിനുമാണ്. ഇതൊക്കെ ധൈര്യമായിട്ട് തന്നെ നിയന്ത്രിച്ചിട്ട് തന്നെ കൊണ്ടുവരണം എന്ന രീതിയിൽ തന്നെ 5 വർഷമൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് എന്തായാലും പോലീസിനെ അറിയിക്കണം എന്ന് പറയുന്നു. പോലീസിനെ അറിയിച്ചിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവില്ലേ? ഇതാണ് വേണ്ടത്. പക്ഷേ നമ്മൾ അവനെ കൈകാര്യം ചെയ്തിട്ട് പോലീസിന് അവനെ ഇട്ട് കൊടുക്കണമെന്ന് പറയുന്നു. ശിവ പറയുന്നുണ്ട്, ഇവിടുത്തെ DYS മാഡം ഞങ്ങളുടെ ക്ലോസ് ഫ്രണ്ടാണ്. മാഡത്തെ വിളിച്ചിട്ട് കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ തനിക്ക് വേണ്ട പ്രൊട്ടക്ഷൻ മാഡം തരും. മാഡത്തിനെ വിളിച്ച് നോക്കാമെന്ന് പറയുന്നു. അങ്ങനെ ശിവ മാഡത്തിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുന്നു കേട്ടോ. അപ്പോഴത്തേനും മാഡം പറയുന്നുണ്ട്, നിങ്ങൾ അവനെ ഒന്നും ചെയ്യേണ്ട, അവനെ എത്രയും പെട്ടെന്ന് വിളിച്ചു വരുത്തിയാൽ മതി. ഞാൻ അങ്ങോട്ട് വരാം, വന്നതിന് ശേഷം തന്നെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാമെന്നും മാഡം പറയുന്നുണ്ട്. അല്ലാതെ നിങ്ങളായിട്ട് ഒരു ആക്ഷൻ എടുക്കാൻ നിൽക്കണ്ടെന്നും പറയുന്നു. ആ സമയത്ത് ശിവ എല്ലാവരോടും പറയുന്നുണ്ട്, മാഡം വരാം, പതുക്കെ അവനെ വിളിച്ച് വീടിനകത്ത് കയറ്റി ഇരുത്താനാണ് പറഞ്ഞിരിക്കുന്നത്, നമ്മളായിട്ടൊന്നും ചെയ്യേണ്ടെന്നും പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവി പറയുന്നുണ്ട്, ഇല്ല അത് പറ്റില്ല, ഞാൻ എന്തായാലും അവനെ ഇട്ട് നല്ല പേര് കൊടുക്കാൻ തീരുമാനിച്ചു. അങ്ങനെ 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 വിട്ടുകൊടുത്താൽ ശരിയാവില്ലല്ലോ. അങ്ങനെ 2 കൊടുത്തതിന് ശേഷം മാത്രമേ മാഡത്തിന് വിട്ടുകൊടുക്കാൻ പാടുള്ളൂ. എൻ്റെ കലിപ്പ് ഇതുവരെ മാറിയിട്ടില്ല എന്ന് പറയുന്നു. ആ സമയത്ത് വർഷ പറയുന്നുണ്ട്, ഒരു വട്ടം കലിപ്പ് തീർത്തതിൻ്റെതാ ഈ കാണുന്നത്, അത് മറന്നിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഒരു ചിരി വരിക കേട്ടോ. ഈ ഒരു പ്രശ്നം വളരെ നൈസായിട്ട് തന്നെ ഡീൽ ചെയ്യാൻ പോവാട്ടവർ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.